പവറിനായിട്ടുള്ള പോരാട്ടം അങ്ങനെ അടുത്ത ആഴ്ചയിലെ പവർ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള സമയമായി. അങ്ങനെ ഋഷിയും അർജുനും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും പവർ നമുക്ക് തന്നെ സ്വന്തമാക്കണം. അതിന് നമ്മളെ ടീമുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ പുറത്താക്കണം. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് നമ്മുടെ കള്ളത്തരങ്ങളും ചർച്ചകളും എല്ലാം ബിഗ് ബോസ് കാണുന്നുണ്ട്. അത് കേട്ട അർജുൻ ക്യാമറ എല്ലാം നോക്കിയിട്ട് ഒരു ഹായ് എല്ലാം കൊടുക്കുകയാണ്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ശരണ്യ അപ്സരയോടായി പറയുന്നുണ്ട് ഇനി മിക്കവാറും ഗബ്രിയുടെ ടീം പവറിനായിട്ടുള്ള ടാസ്കിൽ ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്കിപ്പോൾ അത്രമാത്രം വാശിയെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പവർ നമുക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് പറയുമ്പോൾ അപ്സര പറയുന്നുണ്ട് അടുത്ത ആഴ്ചയിലെ പവർ നമുക്ക് തന്നെ, അത് നമ്മൾ ഏത് വിധേനയും നേടിയെടുക്കുമെന്നെല്ലാം പറയുമ്പോൾ ശരണ്യ അത് അത്രേ ഉള്ളൂ, പവർ എന്തെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും, എന്നാൽ അവര് നടത്താത്ത കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തി കാണിച്ചു കൊടുക്കണം. അപ്പോൾ അപ്സര പറയുന്നുണ്ട് ഇനി ഫിസിക്കൽ ആയിട്ടുള്ള ടാസ്ക് എങ്ങാനും വന്നാൽ എനിക്ക് ആ ചിൻഡോ ചേട്ടനെയാണ് പേടി. അയാൾ അയാളുടെ ബോഡി വെച്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അയാളുമായി പൊരുതി നിൽക്കാൻ കുറച്ച് പാടാണ്. ഓ അത് നീ പറഞ്ഞത് ശരിയാണ്, എന്നാലും ചത്തു വീണാലും നമ്മൾ കട്ടയ്ക്ക് നിൽക്കണമെന്നെല്ലാം പറയുന്ന അപ്സരയും ശരണ്യയുമാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ചയിലെ പവർ ടീമിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ടാസ്ക് എല്ലാം തുടങ്ങുന്നു. എല്ലാവരും വൺ പ്ലാനിങ്ങിലാണ് പവർ എല്ലാം കൈക്കലാക്കാൻ. ആരായിരിക്കും അടുത്ത ആഴ്ചയിലെ പവർ ടീം എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.